ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ആണ്. മുന്നേ ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ഈ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സെക്ഷൻ 6.6 മോഷണൽ EMF. എന്താണ് മോഷണൽ EMF എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് മൂവിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് മോഷണൽ EMF എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: E = B × L × V. അവിടെ B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, V എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഇവിടെ ബിയും എല്ലും വിയും മൂന്നും എന്തായിരിക്കണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ഈ മൂന്ന് ക്വാണ്ടിറ്റീസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതാണ് ഇക്വേഷൻ? E = B × L × V. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷന് വേണ്ടി നിങ്ങൾ എടുക്കേണ്ട ഫിഗർ ഇതാണ്. അപ്പോൾ ഈ ഫിഗർ വരച്ച് പഠിക്കുക. ഇവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഒരു യു ഷേപ്പ്ഡ് കണ്ടക്റ്റിംഗ് റെയിലാണ്. ആ കണ്ടക്ടർ റെയിൽ വെച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. അത് പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ് ആണ്. അത് ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ ക്രോസ് മാർക്ക് ഇട്ടത്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത, ഇത് യൂണിഫോം ആണ്. ഓക്കെ, യൂണിഫോം ഇൻ സ്പേസ് ആൻഡ് ടൈം. അപ്പോൾ എന്താണ്? പോയിന്റ് ടു പോയിന്റ് അത് ചേഞ്ച് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ടൈമിനനുസരിച്ചും ചേഞ്ച് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഈ കണ്ടക്റ്റിംഗ് റെയിലിൻ്റെ മുകളിൽ ഞാൻ PQ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ കൊണ്ടുപോയി വെക്കുന്നു. ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണ്. അത് വെച്ചിരിക്കുന്നത് SR എന്ന സൈഡിൽ നിന്ന് X ഡിസ്റ്റൻസ് ദൂരത്താണ്. മനസ്സിലായോ? അപ്പോൾ ഇത് എന്തായി മാറി? ഇതൊരു റെക്റ്റാങ്കുലർ കോയിലായി മാറിയില്ലേ? ഈ റെക്റ്റാങ്കുലർ കോയിൽ എവിടെ വെച്ചിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലെ വെച്ചത്. അതുകൊണ്ട് നമുക്കറിയാം ഈ കോയിലുമായി ലിങ്ക് ചെയ്തൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, ഫ്ലക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Φ = B.A ആണ്. BA cos θ ആണ്. പക്ഷെ ഇവിടെ തീറ്റ എത്രയാണ്? 0 ആണ്. ഓക്കെ, കാരണം ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? സെയിം ഡയറക്ഷനിലാണ്. ശരിയല്ലേ? അതുകൊണ്ട് Φ = B × A എന്ന് എഴുതാം. വേർ A is the area of cross section of the coil. ഇത് റെക്റ്റാങ്കുലർ കോയിലാണ്. അതിൻ്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് X ആണ്. സോ ഏരിയ ഈസ് L × X. സോ വി ക്യാൻ റീറൈറ്റ് ആസ് B × L × X. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ വിചാരിക്കൂ, ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. എത്ര വെലോസിറ്റിയിൽ? V വെലോസിറ്റിയിൽ ഇത് മൂവ് ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കണ്ടക്ടർ മൂവ് ചെയ്യും തോറും എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, എക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏരിയ ചേഞ്ച് ചെയ്യും. ശരിയല്ലേ? ഏരിയ ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് എന്ന് പറയുന്നത് Φ = B × A ആണ്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ? നമുക്കറിയാം, എപ്പോഴാണോ ഒരു കോയിലുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്, ആ സമയത്ത് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള EMF കണ്ടുപിടിക്കാൻ ചോദിക്കും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF? ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം E = -dφ/dt. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഇതുപയോഗിച്ച് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാം. ഓക്കെ, അവിടെ ഫൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ കിട്ടുക? -d/dt ഓഫ് B × L × X. ഓക്കെ, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ ലെങ്ത്തും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് E = -BL × dx/dt. ശരിയല്ലേ? ഓക്കെ, ഇനി ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്: E = B × L × V. ഓക്കെ, അവിടെ V എന്ന് പറയുന്നത് -dx/dt ആണ്. ബിക്കോസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ ആണ്. ഓക്കെ, ബട്ട് വി ആർ ടേക്കിംഗ് -dx/dt = V. കാരണം വിത്ത് റെസ്പെക്ട് ടു ദ സ്പീഡ് എക്സ് ഡിക്രീസസ്. ഓക്കെ, എക്സ് എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് -dx/dt = V എന്നെടുക്കുന്നത്. സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗിവൺ ആസ് B × L × V. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത്തും വെലോസിറ്റിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോഴാണ് നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടിയത്? E = B × L × V. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ബിയും എല്ലും വിയും എന്തായിരിക്കണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. മനസ്സിലായില്ലേ? സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്പുകളും ഓരോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ആൻഡ് ദിസ് ഈസ് എ ഡെറിവേഷൻ ഓഫ് 3 മാർക്ക്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഈ കേസിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇവിടെയുള്ള കേസിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്.
ദാറ്റ് ഈസ് സ്മോൾ ഇ ഡിവൈഡ് ബൈ ആർ എന്നാണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമുക്കറിയാം ബി ഇൻറ്റു എൽ ഇൻറ്റു വി ആണ്. So the equation is BLV divided by R. So the induced current in this case is given as BLV divided by R. മനസ്സിലായില്ലേ? സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഓക്കെ, അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു റൂൾ ഉപയോഗിക്കാം. ആൻഡ് ദാറ്റ് റൂൾ ഈസ് കോൾഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി നമുക്ക് എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് നോക്കാം. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആണ്. ഓക്കെ, ഈ റൈറ്റ് ഹാൻഡിൽ ഈ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. ഏതൊക്കെയാണ് ആ 3 ഫിംഗേഴ്സ്? 4 ഫിംഗർ, സെൻട്രൽ ഫിംഗർ ആൻഡ് തമ്പ്. ഓക്കെ, 4 ഫിംഗർ ഏതിൻ്റെ ഡയറക്ഷനിലാണ്? മാഗ്നറ്റിക് ഫീൽഡ്. തമ്പ് ഏതിൻ്റെ ഡയറക്ഷനാണ്? വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടർ മീൻസ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഫിംഗർ ഗീവ്സ് വാട്ട്? The direction of current. Okay, and this rule is called Fleming's right hand rule. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ തന്നിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. ഇവിടെ നോക്കൂ, ഞാൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കൂ, ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ് ആണ്. അതുകൊണ്ട് 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലാണ്. ആൻഡ് തമ്പ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ശരിയല്ലേ? അങ്ങനെയാണ് കറണ്ട് എങ്ങോട്ടേക്കാണ്? കറണ്ട് ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫ്രം പി ടു ക്യൂ. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതെങ്ങനെയാണ്? കറണ്ട് ഇങ്ങനെയല്ലേ പോകുന്നത്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. സോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ ലൂപ്പ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫ്രം പി ടു Q. So this is a very very important question. Okay, ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഈ കണ്ടക്ടറിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. കാരണം ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ കറണ്ട് ഉണ്ടായത്. ഓക്കെ, സോ ഹിയർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. സോ ദിസ് മൂവിങ് കണ്ടക്ടർ ഈസ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇ എം എഫ്. ഓക്കെ, അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന കണ്ടക്ടറാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സോഴ്സ് ഓഫ് ഇ എം എഫ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് നോക്കൂ. ഞാനിവിടെ ഒരു ബോക്സ് മാർക്ക് ചെയ്ത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് ഒരു ബാറ്ററി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യൂ. ഓക്കെ, കറണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? താഴോട്ടേക്കല്ലേ. കറണ്ട് താഴോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ. ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? മുകളിലേക്ക്. അപ്പോൾ നമുക്ക് പറയാം മുകളിൽ ഇലക്ട്രോണുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, താഴെ എന്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഉള്ളത്? ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി. അതുകൊണ്ട് മുകൾ ഭാഗം നെഗറ്റീവ് ആയിരിക്കും, താഴെയുള്ള ഭാഗം പോസിറ്റീവ് ആയിരിക്കും. സോ പി ഈസ് നെഗറ്റീവ്, ക്യൂ ഈസ് പോസിറ്റീവ്. മനസ്സിലായി? അതുകൊണ്ട് ഇതൊരു ബാറ്ററി ആയിട്ട് വരക്കാം. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ എവിടെയാണ്? താഴെയാണ്. നെഗറ്റീവ് ടെർമിനൽ എവിടെയാണ്? മുകളിലാണ്. ഓക്കെ, സോ പി ഈസ് നെഗറ്റീവ്, ക്യൂ ഈസ് വാട്ട്? പോസിറ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് ക്യൂ ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ ആൻഡ് പി ഈസ് അറ്റ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഏത് പോയിന്റാണ് ഹയർ പൊട്ടൻഷ്യൽ, ഏത് പോയിന്റാണ് ലോവർ പൊട്ടൻഷ്യൽ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്? മനസ്സിലായില്ലേ? ദിസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ദ മൂവബിൾ ആം? അതായത് ഈ മൂവ് ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ കണ്ടക്ടർ എന്തിനു തുല്യമാണ്? ഇറ്റ് ഈസ് ഈക്വലൻ ടു എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. എന്താണ് ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? F ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. ഓക്കെ, അവിടെ തീറ്റ എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത് എത്രയാണ് വരുന്നത്? 90 ഡിഗ്രി ആണ്. സോ സൈൻ 90 ഈസ് 1. സോ ഇറ്റ് ഈസ് ILB. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫോഴ്സ്. അവിടെ കറണ്ടിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? BLV ഡിവൈഡ് ബൈ R എന്ന് കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് B സ്ക്വയർ L സ്ക്വയർ V ഡിവൈഡഡ് ബൈ R. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മൂവബിൾ ആം. മനസ്സിലായില്ലേ? ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഒപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. അല്ലേ? ഈ EMFും കറണ്ടും ഉണ്ടാവാൻ എന്താണോ കാരണം അതിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്താണ് കാരണം? കണ്ടക്ടർ മൂവ് ചെയ്യുന്നതാണ്. കണ്ടക്ടർ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? അതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ പറയാം ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ ബിക്കോസ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഈസ് ദ കോസ് ഓഫ് പ്രൊഡ്യൂസിങ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പവർ ഡെലിവേർഡ് ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ്?
ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടർ തുടർച്ചയായി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെങ്കിൽ ഈ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഡെലിവർ ചെയ്യുന്ന പവർ എത്രയാണെന്ന ചോദ്യം. അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാം, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. സോ ദാറ്റ് ഇസ് എ ബേസിക് ഇക്വേഷൻ. ഫോഴ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡ് ബൈ ആർ എന്ന് കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ പവർ ഡെലിവേർഡ്. മനസ്സിലായോ? ഇനി നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പവർ ഡെസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇവിടെ ഹീറ്റിൻ്റെ രൂപത്തിൽ എത്ര പവർ നഷ്ടപ്പെടുന്നു ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പവർ ഈസ് ഗിവൺ ബൈ ഐ സ്ക്വയർ ആർ. ഓക്കെ, അവിടെ ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്, ദറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം ബി എൽ വി ഡിവൈഡഡ് ബൈ ആർ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. സോ ദ ആൻസർ ഈസ് ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. അവിടെ ബി എൽ വി എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് പറയും. ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ പവർ ഡെസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 6.8 ആണ്. ദറ്റ് ഈസ് എഡി കറണ്ട്. എന്താണ് എഡി കറണ്ട് എന്ന് പറയുന്നത്? എഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഓൾസോ എ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ എ മെറ്റാലിക് പ്ലേറ്റ് വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രെഡിങ് ത്രൂ ഇറ്റ് ചേഞ്ചസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു കോയിലുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കോയിലിൻ്റെ കേസിൽ മാത്രമല്ല, നിങ്ങളൊരു മെറ്റാലിക് പ്ലേറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുക. ഓക്കെ, ആ പ്ലേറ്റുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താലും അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് കോൾഡ് എഡി കറണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദിസ് കറണ്ട് ഈസ് ഓൾസോ കോൾഡ് ഫൊക്കോൾട്ട് കറണ്ട്. കാരണം ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഫൊക്കോൾട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഫൊക്കോൾട്ട് കറണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ ആണ്. അതായത് എഡി കറണ്ട് ഉണ്ടാവുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൊക്കോൾട്ട് പെൻഡുലം. സാധാരണ ഒരു സിമ്പിൾ പെൻഡുലം പോലെ തന്നെ, പക്ഷേ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ അടിയിലൊരു ഒരു മെറ്റാലിക് ബോബാണ് ഉണ്ടാവുക. ഇവിടെയുള്ളത് ഒരു ഷീറ്റാണുള്ളത്. കണ്ടോ? ആ ഷീറ്റ് എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്യുന്നു. ഏതിനിടയിൽ ഓസിലേറ്റ് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിനിടയിൽ ഓസിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? അത് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ ഷീറ്റുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് അവിടെ എന്തുണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. മനസ്സിലായോ? ആ എഡി കറണ്ട് കാരണം ഇതിന് കുറേ നേരം എന്ത് ചെയ്യാൻ പറ്റില്ല? ഓസിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് അത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓസിലേഷൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഡാമ്പ് ചെയ്യും. അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റൻ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഈ മെറ്റൽ ഷീറ്റ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിന് കാരണം എന്താണ്? അവിടെ എഡി കറണ്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ആ എഡി കറണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ ഓസിലേഷൻ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി അവിടെ എഡി കറണ്ട് നോക്കൂ, അത് ഏത് ഫോമിലാണുള്ളത്? ഇറ്റ് ഈസ് ദ ഫോം ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ്, ഈസ്ന്റ് ഇറ്റ്? അത് എന്തുപോലെ തോന്നുന്നു? ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് റിപ്പിൾസ് ഓർ എഡീസ് ഇൻ വാട്ടർ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് എന്ത് വിളിക്കുന്നത്? എഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും. നിങ്ങൾ നോക്കൂ, ഈ രണ്ടാമത്തെ ഫിഗറിൽ എന്താ കാണിച്ചിരിക്കുന്നത്? നേരത്തെ പോലെ തന്നെ ഒരു പെൻഡുലമാണ്, പക്ഷെ അവിടെ ഫുൾ ഷീറ്റ് അല്ല എടുത്തിരിക്കുന്നത്. എന്താണ്? എ ഷീറ്റ് വിത്ത് നെയറോ സ്ലോട്ട്സ്. അവിടെ കുറേ കട്ടിങ് കണ്ടോ? ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത ഒരു ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. അതും ഓസിലേറ്റ് ചെയ്യിക്കുക. ഓക്കെ, അത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ഷീറ്റ് ഓസിലേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ഏത് ഓസിലേറ്റ് ചെയ്യും? ഈ സ്ലോട്ടഡ് ഷീറ്റ് ഓസിലേറ്റ് ചെയ്യും. മനസ്സിലായോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെയും എഡി കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ എഡി കറണ്ടിൻ്റെ വാല്യൂ ഏതിനേക്കാൾ കുറവാണ്? ആ ഫുൾ ഷീറ്റിൻ്റെ കേസിൽ ഉണ്ടാവുന്നതിനേക്കാൾ കുറവാണ്. മനസ്സിലായോ? കാരണം എന്താണ്? കാരണം ഇവിടെയുള്ള കേസിൽ എന്താണ്? ഏരിയ കുറവാണ്. സ്ലോട്ടഡ് ഷീറ്റിൻ്റെ കേസിൽ ഏരിയ കുറവാണ്. ഏരിയ കുറവായതുകൊണ്ട് തന്നെ അവിടെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന എഡി കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായി? അപ്പോൾ സ്ലോട്ടഡ് ഷീറ്റിൻ്റെ കേസിൽ ഉണ്ടാവുന്ന എഡി കറണ്ടിൻ്റെ വാല്യൂ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒപ്പോസിഷൻ എന്താണ്? കുറവാണ്. അതുകൊണ്ട് അത് കൂടുതൽ നേരം എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഫിഗറുകൾ തന്നിട്ടായിരിക്കും ചോദിക്കുക, ഇതിൽ ഒന്നാമത്തതാണോ രണ്ടാമത്തതാണോ കൂടുതൽ നേരം ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്തുകൊണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? ഈ സ്ലോട്ടഡ് ഷീറ്റാണ് കൂടുതൽ നേരം ഓസിലേറ്റ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? രണ്ടിലും എഡി കറണ്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഫുൾ ഷീറ്റിൻ്റെ കേസിൽ ഏരിയ കൂടുതലായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് എന്താണ്? വളരെ കൂടുതലാണ്. ഇവിടെയുള്ള കേസിൽ എന്താണ്? സ്ലോട്ടഡ് ഷീറ്റ് ആയതുകൊണ്ട് ഏരിയ കുറവാണ്. അവിടെ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് എഡി കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് ഒപ്പോസിഷൻ കുറവാണ്. അതുകൊണ്ട് ഇത് കൂടുതൽ നേരം എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു?
ഒരു ലൈറ്റ് മെറ്റാലിക് ഡിസ്ക് ഏതിൻ്റെ മുകളിൽ വെക്കുന്നു? ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മുകളിൽ വെക്കുന്നു. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന ചോദിക്കുക. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ലൈറ്റ് മെറ്റാലിക് ഡിസ്ക് എന്ത് ചെയ്യും? മുകളിലേക്ക് ജമ്പ് ചെയ്യും. എന്തുകൊണ്ടാണ് അത് ജമ്പ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു സോഫ്റ്റ് അയൺ പീസ് വെച്ചിട്ടുണ്ട്. ആ സോഫ്റ്റ് അയൺ പീസിനെ ഒരു കോയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളൊരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ലൈറ്റ് മെറ്റാലിക് ഡിസ്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പെട്ടെന്ന് നിങ്ങൾ AC സോഴ്സ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ? ഈ സോഫ്റ്റ് അയൺ പീസ് എന്തായിട്ട് മാറും? ഒരു ഇലക്ട്രോ മാഗ്നറ്റായി മാറും. മനസ്സിലായോ? അതൊരു ഇലക്ട്രോ മാഗ്നറ്റായി മാറുമ്പോൾ അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതിൻ്റെ അപ്പർ പാർട്ട് സൗത്ത് പോളാണ്, ലോവർ പാർട്ട് എന്താണ്? നോർത്ത് പോളാണ്. മനസ്സിലായോ? അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മെറ്റാലിക് ഡിസ്കുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് പെട്ടെന്ന് എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫ്ലക്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. ശരിയല്ലേ? ആദ്യം മാഗ്നറ്റിക് ഫ്ലക്സ് 0 ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഇലക്ട്രോ മാഗ്നറ്റ് അല്ല. പെട്ടെന്ന് ഇലക്ട്രോ മാഗ്നറ്റായി മാറുന്ന സമയത്ത് ഈ മെറ്റാലിക് ഡിസ്കുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ എഡി കറണ്ട് എന്ത് ചെയ്യും? അതിനുള്ള കാരണത്തിന് ഒപ്പോസ് ചെയ്യും അല്ലേ? ഇവിടെ എന്താ കാരണം? അതിൻ്റെ കാരണം ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്നത് കൊണ്ടാണ്. ഓക്കെ, ആ ഇലക്ട്രോ മാഗ്നറ്റ് അപ്പർ പാർട്ട് സൗത്ത് പോൾ അല്ലേ? അപ്പോൾ ആ സൗത്ത് പോളിനെ ഒപ്പോസ് ചെയ്യണം. അപ്പോൾ ആ ലൈറ്റ് മെറ്റാലിക് ഡിസ്കിൻ്റെ ലോവർ പാർട്ടിൽ സൗത്ത് പോളായിരിക്കും, അപ്പർ പാർട്ടിൽ നോർത്ത് പോളായിരിക്കും. അപ്പോൾ സൗത്ത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഇതെന്ത് ചെയ്യും? മുകളിലേക്ക് റൈസ് ചെയ്യും. സോ ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് എഡി കറണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ അൺഡിസൈറബിൾ എഫക്ട്സ് ഓഫ് എഡി കറണ്ട്? അതായത് എഡി കറണ്ട് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതായത് ചില ഡിവൈസുകൾ, അതായത് ട്രാൻസ്ഫോമർ, ഡയനാമോ പോലെയുള്ള ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ് അയൺ കോറിൽ എന്തുണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. മനസ്സിലായോ? ഇങ്ങനെ ഉണ്ടാകുന്ന എഡി കറണ്ട് അവിടെ എക്സസീവ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എക്സസീവ് എമൗണ്ട് ഓഫ് ഹീറ്റ് കാരണം അതിൻ്റെ അതുള്ള വൈൻഡിങ് ഒക്കെ എന്ത് ചെയ്യും? ഹീറ്റ് കാരണം ഡാമേജ് ആവും. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും? ആ ഡിവൈസ് എന്ത് ചെയ്യും? ഡാമേജ് ആയി പോവും. മനസ്സിലായി? അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇറ്റ് പ്രൊഡ്യൂസ് വാട്ട്? വേസ്റ്റേജ് ഓഫ് പവർ. മനസ്സിലായോ? സോ ഇറ്റ് പ്രൊഡ്യൂസസ് വാട്ട്? unnecessary heating and wastage of power. That is the undesirable effects produced by eddy current. So that is a very important 1 mark question. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എഡി കറണ്ട് എന്ത് ചെയ്യണം? റിഡ്യൂസ് ചെയ്യണം. മനസ്സിലായോ? കുറക്കണം. എങ്ങനെയാണ് എഡി കറണ്ട് റിഡ്യൂസ് ചെയ്യുന്നത്? അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ മെറ്റാലിക് കോർ എന്ത് ചെയ്താൽ മതി? ലാമിനേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ എഡി കറണ്ട് ഈസ് റിഡ്യൂസ് യൂസിങ് ലാമിനേറ്റഡ് കോർ. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ചോദിക്കും, എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ കേസിലെല്ലാം എന്തുകൊണ്ടാണ് സോഫ്റ്റ് അയൺ കോർ ലാമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എഡി കറണ്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അതുപോലെ എഡി കറണ്ട് പലതരത്തിലുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് അപ്ലിക്കേഷൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, ഇൻഡക്ഷൻ ഫർണസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ബ്രേക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. സ്പീഡോമീറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 യൂസെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ആൻഡ് സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് എഡി കറണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൃത്യമായി പഠിച്ചു വെക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.